ഒടുവിൽ വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി തീരുമാനിച്ചിരിക്കുന്നു. 11ാം ദിവസമാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അവസാന ദിവസവും വലിയ ചർച്ചകളാണ് ഉണ്ടായത്. ജനകീയ പിന്തുണയും ഒപ്പം ഘടകകക്ഷികളുടെ നിലപാടുമാണ് കെ.സിക്കും ആർ.സിക്കും നറുക്കു വീഴാതെ വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത്. മുസ്ലിം ലീഗിന്റെ ഉറച്ച നിലപാടും ഇതിന് കാരണമായിട്ടുണ്ട്. പ്രമോദ്, ഘടകകക്ഷികളുടെ പിന്തുണ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഇത്തവണ. 102 സീറ്റുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഘടകകക്ഷി വിട്ടുപോയാൽ പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭരണത്തിൽ നിലനിൽക്കാൻ പറ്റും. 22 സീറ്റ് മുസ്ലിം ലീഗിന് ഉണ്ട് എന്നുള്ളത് ശരി തന്നെ. പക്ഷേ മുസ്ലിം ലീഗ് പോയാൽ പോലും അവർക്ക് ഭരണം നിലനിർത്താൻ പറ്റും. എന്നിട്ടും മുസ്ലിം ലീഗിൻ്റെ പിന്തുണ, ഈ മുസ്ലിം ലീഗിൻ്റെ ഉറച്ച നിലപാട് ഇതിൽ വളരെ നിർണായകമായി എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൃശ്യത്തിലേക്ക് നമുക്ക് പോകാൻ തോന്നുന്നു. വി ഡി സതീശൻ നിയമസഭാ MLA-മാരുടെ യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങുകയാണെന്ന് തോന്നുന്നു. യെസ്, തീർച്ചയായിട്ടും ഇത് ഒരു നിർണായക ദിവസമാണ് എന്ന് പറയേണ്ടി വരും. നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം വി ഡി സതീശൻ പുറത്തേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഗവർണറെ സന്ദർശിച്ച് അവകാശവാദം ഉന്നയിക്കും, മന്ത്രിസഭ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കും. തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ നടക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴുള്ള വിവരം. ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ രമേശ് ചെന്നിത്തല പങ്കെടുത്തിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അദ്ദേഹം ഈ പ്രഖ്യാപനം വന്നതിന് തൊട്ട് പിന്നാലെ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം പ്രകടിപ്പിച്ച് തിരുവനന്തപുരം വിട്ട് ഗുരുവായൂരിലേക്കുള്ള യാത്രയിലാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ പറയുന്നത്, നൗഫൽ, ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രതിഭാസമാണ് ഇന്നുണ്ടായത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നമ്മൾ ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്യുക, അതിൽ ഒരു വിജയിയെ പ്രഖ്യാപിക്കുക, ഒരു മുന്നണിയെ വിജയിയായി പ്രഖ്യാപിക്കുക, അതിൽ തീരുന്ന ഒരു പൗരധർമ്മം അത് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിലേക്ക് കൂടി വ്യാപിക്കുന്ന, അതിലേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്ന ഒരു അപൂർവമായ പ്രതിഭാസമാണ് ഇവിടെ കണ്ടത് എന്നുള്ളതാണ്. കാരണം നമ്മൾ ജയിച്ചു കഴിഞ്ഞ മുന്നണിയിൽ നിന്ന് അവരുടെ നേതാവിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അവർക്കത് വിട്ടുകൊടുക്കുകയും അതിൽ എത്ര സമയമെടുത്താലും, ഞാൻ പറയുന്നത് സമയത്തിൻ്റെതേ അല്ല, എത്ര സമയമെടുത്താലും അവർക്ക് അത് അവരുടെ മാത്രം തീരുമാനമായി അവരുടെ പാർട്ടിയിലെ ഇന്റേണൽ പൊളിറ്റിക്സിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെടുന്ന ഒരു രീതിയാണ് കോൺഗ്രസ് ആയാലും CPM ആയാലും മറ്റേത് പാർട്ടി ആയാലും നമ്മൾ കണ്ടിട്ടുണ്ട്. BJPയും മറ്റും ആണെങ്കിൽ അത് കേന്ദ്രത്തിൽ നിന്ന്, ഒരു നിഗൂഢ കേന്ദ്രത്തിൽ നിന്ന്, നമുക്കറിയാം, വളരെ എന്താ പറയുക, ഒരു കേന്ദ്രീകൃതമായ രീതിയിൽ അത് താഴേക്ക് ആ നിയമനം വരുന്ന രീതിയിലാണ് ആ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുക. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ ഈ സമയത്തിനിടയിൽ ജനങ്ങൾ തെരുവിലിറങ്ങി ആവശ്യപ്പെടുന്നു. ജനങ്ങൾ ഒരു നേതാവിന് പിന്തുണ. ഞങ്ങൾ ഈ മുന്നണിയെ തെരഞ്ഞെടുത്തത് മറ്റാരെയും മുഖ്യമന്ത്രിയാക്കാനല്ല, ഇദ്ദേഹത്തെ മാത്രം മുഖ്യമന്ത്രിയാക്കാനാണെന്ന് അവർ ഉറച്ചു പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതിന് എന്തൊക്കെ പറഞ്ഞാലും അത് ഇളക്കി വിട്ടതാണെന്ന് ഏതൊക്കെ നേതാക്കൾ പറഞ്ഞാലും അതിനകത്ത് ജനകീയമായൊരു എലമെന്റ് ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയതാണ് ഒരുപക്ഷെ കഴിഞ്ഞ തവണ ഇനി പ്രതിപക്ഷത്തിരിക്കാൻ പോകുന്ന CPM അടക്കമുള്ള LDF കക്ഷികൾക്ക് സംഭവിച്ചത്. ഞാൻ ഒറ്റ കാര്യമാണ് പറയുന്നത്. ഞാൻ ഘടകകക്ഷികളുടെ പിന്തുണയിലേക്ക് വരാം. അതിനു മുമ്പ് ഒറ്റ കാര്യമാണ് ഇത്. ഇത്രയും നമ്മൾ ഇന്ന് നോക്കൂ, തിങ്കളാഴ്ച മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന വി ഡി സതീശന് LDF പക്ഷത്തു നിന്ന് അവരുടെ പ്രചാരണം ഇടപെടുകയാണ്. ലോക് ഭവനിലേക്ക് വി ഡി സതീശൻ എത്തിയിരിക്കുകയാണ്. ലോക് ഭവനിൽ ഗവർണർ കാത്തിരിക്കുന്നുണ്ട്. അവിടെ അവകാശവാദം ഉന്നയിച്ചുള്ള കത്ത് അദ്ദേഹം ഗവർണർക്ക് സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും ഗവർണർ സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി വി ഡി സതീശനെ ക്ഷണിക്കുക. അതിനുശേഷമായിരിക്കും സത്യപ്രതിജ്ഞ സമയവും മറ്റു കാര്യങ്ങളും തീരുമാനിക്കുക. യെസ്, ഇതൊരു ഈ സർക്കാർ രൂപീകരണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. അതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. നേരത്തെ മാത്രമുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. 5 വർഷം മാത്രമുള്ള ഞാൻ പറഞ്ഞു വന്നത് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പൂർത്തീകരിക്കാവുന്നത്. നുണേശൻ എന്ന് വിളിച്ച് അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട്, പ്രതിപക്ഷ നേതാവിനെയാണ് അങ്ങനെ പേര് വിളിച്ചുകൊണ്ട് അവർ ആക്ഷേപിച്ച് പൊതുജനമധ്യത്തിൽ പല തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തി ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തെക്കുറിച്ച് വെറുപ്പ് സൃഷ്ടിക്കാൻ ശ്രമിച്ചത് എന്ന് നമ്മൾ ആലോചിക്കണം. ആ മനുഷ്യന് വേണ്ടി കേരളത്തിൽ ജനങ്ങൾ മുഴുവൻ തെരുവിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ എന്തുമാത്രം പൊളിറ്റിക്കലായിട്ടാണ്. ഇന്ന് അവിടെ KPCC ആസ്ഥാനത്ത് അവിടെ നിന്ന് നമ്മുടെ റിപ്പോർട്ടർ സുനിൽ ഐസക് ആളുകളോട് അഭിപ്രായം ചോദിക്കുന്ന സമയത്ത് ഒരു സാധാരണ മനുഷ്യൻ പറയുകയാണ്, കേരളത്തിന് ആവശ്യമുള്ള മുഖ്യമന്ത്രിയാണ്
കേരളം ആവശ്യപ്പെടുന്ന മുഖ്യമന്ത്രിയെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് അങ്ങനെ പറയാൻ വളരെ 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 പെട്ടെന്ന് തന്നെ പറയാൻ ആരും പ്രോംപ്റ്റ് ചെയ്യാതെ അവർക്ക് പറയാൻ കഴിയുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ വികാരം മനസ്സിലാക്കാൻ, അത് മുൻകൂട്ടി തിരിച്ചറിയാനുമൊക്കെ ഇവിടുത്തെ ഘടകകക്ഷികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. MLA-മാർക്ക്, കോൺഗ്രസ് MLA-മാർക്ക് കഴിഞ്ഞിട്ടില്ല, നമുക്കതിലേക്ക് വരേണ്ടി വരും. പക്ഷേ ഇവിടുത്തെ ഘടകകക്ഷികൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ്, അത് ആദ്യമേ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മനസ്സിലാക്കി അവർ ഒരു നിലപാടെടുത്തു. മറ്റ് ഘടകകക്ഷികളും സമാനമായ നിലപാടെടുത്തു. അതിൽ വേറൊരു വഴിക്ക് ഇതിനെ തിരിച്ചുവിടാൻ നടത്തിയ, സംഘടനയ്ക്കുള്ളിൽ നടത്തിയ പലതരത്തിലുള്ള മാന്യൂവറിങ് എന്ന് നമ്മൾ പറയാം, ആ ശ്രമം വിജയിച്ചില്ല എന്നതുകൂടിയാണ് ഇതിൻ്റെ സത്യം. അക്കാര്യത്തിൽ ഘടകകക്ഷികളുടെ നിലപാടിനെ കേരളം പ്രശംസിച്ചേ മതിയാവും. അജിംസ് പ്രവചിച്ചതുപോലെ വി ഡി സതീശൻ തന്നെ കേരളത്തിന് മുഖ്യമന്ത്രിയായി വരികയാണ്. അതോടൊപ്പം തന്നെ ചോദിക്കാനുള്ളത്, ഇപ്പം ഇങ്ങനെ മറിച്ചൊരു തീരുമാനമാണ് ഉണ്ടാകുന്നതെങ്കിൽ എന്തായിരിക്കും കേരളത്തിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോകുന്നു. പക്ഷേ ഞാൻ ചോദിക്കുന്നതല്ല, ഈ ജനകീയത, വി ഡി സതീശൻ്റെ സാറ് സൂചിപ്പിച്ചതുപോലെ ഈ ജനകീയത ഹൈക്കമാൻഡ് നേരത്തെ തിരിച്ചറിയാൻ പറ്റാതിരുന്നതാണോ, അതല്ല അത് അറിഞ്ഞിട്ടും മറ്റുള്ളവരെ സെറ്റിൽ ചെയ്യാനുള്ള സമയമാണോ ഈ 11 ദിവസം എടുത്തത്? ഞാൻ വിചാരിക്കുന്നതാണ്, മറ്റുള്ളവരെ സെറ്റിൽ ചെയ്യുക എന്നുള്ളത് വലിയൊരു ഹെർക്കുലിയൻ ടാസ്ക്കാണ്. കാരണം സെറ്റിൽ ചെയ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട ആൾ AICC ജനറൽ സെക്രട്ടറിയാണ്, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ വഴിയാധാരമാക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റുകയോ ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ നിരാശപ്പെടുത്തുക എന്നുള്ളത് പോലും വലിയ പ്രശ്നമാണ്. അതിന് കാരണം സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ മുഴുവൻ ചലനങ്ങളും പൾസും അറിയുന്ന ഒരാൾ എന്നാണ്. ഇന്ത്യയിൽ ഓരോ മുക്കിലും മൂലയുമുള്ള കോൺഗ്രസ് പ്രവർത്തകരെ അറിയുന്ന ഒരാൾ കൂടിയാണ് ആ സംഘടനാ ജനറൽ സെക്രട്ടറി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനാണ്. അങ്ങനെയുള്ള ഒരാൾ ഏതെങ്കിലും തരത്തിൽ പാർട്ടി നേതൃത്വവുമായി കലഹിക്കുകയോ നിരാശനാവുകയോ മനം മടുത്ത് പ്രവർത്തനം അവസാനിപ്പിക്കുകയോ ചെയ്യുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ തന്നെ വലിയ തിരിച്ചടി ഉണ്ടാകുന്ന കാര്യമാണ്. കാരണം അടുത്ത വർഷം പഞ്ചാബ് ഉൾപ്പെടെ, പഞ്ചാബിലൊക്കെ കോൺഗ്രസ് തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരിക്കലും കോൺഗ്രസ് എന്ത് ചെയ്യില്ല, അത്തരം അദ്ദേഹത്തെ നിരാശപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് പോവില്ല. അപ്പോൾ അദ്ദേഹത്തെ എവിടെ സെറ്റിൽ ചെയ്യും? നമ്മൾ മുമ്പ് സംസാരിച്ചതാണ്. ഇനി അദ്ദേഹത്തിന് ഏത് പദവി കൊടുത്ത് അദ്ദേഹത്തെ പ്ലീസ് ചെയ്യും? ആ പദവി ഒന്നുള്ളത് AICC അധ്യക്ഷൻ എന്നുള്ള പദവിയാണ്. അതാകട്ടെ സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ സംഭവിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ എന്താണ് അതിൽ ഫോർമുല ഉണ്ടായതെന്നും നമുക്ക് അറിയില്ല. അപ്പോൾ പക്ഷേ അദ്ദേഹത്തെ മെരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പണിയാണ്. ആ സമയമാണ് 10 ദിവസം എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇന്ന് ആ തീരുമാനം കഴിഞ്ഞിട്ട് KC വേണുഗോപാൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നല്ലോ. മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം വളരെ വൃത്തിയായിട്ട് സംസാരിച്ചു. അതിനിടയിൽ ആരോ ഒരു കുനിഷ്ടി ചോദ്യം ചോദിച്ചു, എന്താണ് ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു എന്നാൽ പിന്നെ അതോടെ വിട്ടുകൊടുക്കാം. അത് അദ്ദേഹത്തിൻ്റെ കൂൾ പോയതാണത്. അപ്പോൾ അദ്ദേഹത്തെ ഒതുക്കിയെടുക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട പണിയാണ്. അതിനുള്ള സമയം തീർച്ചയായിട്ടും AICC എടുത്തിട്ടുണ്ടാവും എന്നുള്ള കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് VD സതീശൻ എന്നൊരു വ്യക്തിക്ക്, ഒരു MLA-ക്ക്, ഒരു രാഷ്ട്രീയ നേതാവിനുള്ള പോപ്പുലർ മാൻഡേറ്റ് ആയിട്ട് നമ്മൾ കാണരുത്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സതീശൻ മുന്നോട്ട് വയ്ക്കുന്ന ചില ഐഡിയ ഉണ്ട്. ആ ഐഡിയയ്ക്കാണ് ജനം വോട്ട് ചെയ്തത് ഈ തവണ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് സതീശൻ ആണ് അത് നടപ്പാക്കേണ്ടത്. സതീശനാണ് അതിൻ്റെ പ്രയോക്താവും എല്ലാം അദ്ദേഹം തന്നെയാണ്, പ്രായോജകനും എല്ലാം അദ്ദേഹം തന്നെയാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു. അത് വോട്ട് ചെയ്ത് UDF-ന് വിജയിച്ച് 102 സീറ്റ് കൊടുക്കുക എന്നുള്ളത് നിർത്തിയില്ല. സാറ് പറഞ്ഞതുപോലെ അവിടെ അത് നിർത്തിയില്ല. ജനം കുറെ കൂടി പ്രൊആക്റ്റീവായി മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ ഇടപെടുന്നു. ഇത് എന്തിൻ്റെ സൂചനയാണ്? ഈ സൂചന ഇനി വരാൻ പോകുന്ന സതീശൻ്റെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. VD സതീശൻ എന്ന മുഖ്യമന്ത്രി നേരിടാൻ പോകുന്ന ഒരു വെല്ലുവിളി, ഇത് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ മാത്രം ഈ ജനം ഇടപെടൽ ഒതുക്കും എന്ന് പ്രതീക്ഷിക്കരുത്. ഇനി വരാൻ പോകുന്ന സർക്കാരിൻ്റെ ഗവേണൻസിൽ, പോളിസി ഡിസിഷൻസിൽ എല്ലാം ഈ പറയുന്ന ഒരു ജനകീയ ഇടപെടൽ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ഇത് മുമ്പ് കണ്ടിട്ടുള്ളത്, നമ്മൾ പലപ്പോഴും ഇതിനെ സമാനപ്പെടുത്തുന്നത് 2006 VS-ന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള ജനങ്ങളുടെ ഇടപെടലിനെ കുറിച്ചാണ്. അതും ഇതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. 2006 VS-ന് വേണ്ടി മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞ് തെരുവിലിറങ്ങിയത് CPM-കാരാണ്. പാർട്ടി പതാക മത്സരിപ്പിക്കാൻ വേണ്ടി തെരുവിലിറങ്ങിയത് പാർട്ടി പതാകേന്ത്യ CPM-കാരാണ്. ഇതല്ല. ഇത് രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരു തരത്തിലുള്ള കൺസേണും ഇല്ലാത്ത സാധാരണക്കാരായ ജനങ്ങൾ മുതൽ, വീട്ടമ്മമാർ മുതൽ, സ്ത്രീകൾ, വീട്ടമ്മമാർ, നിങ്ങളൊന്ന് ആലോചിച്ച് സോഷ്യൽ പറയാൻ പറ്റുമോ? അതെ, അത് VS-ന് വേണ്ടി കൊടിയായിട്ടാണ് ഇറങ്ങിയത്, ചെങ്കൊടിയായിട്ടാണ് ഇറങ്ങിയത്. ഇത് അങ്ങനെയല്ല. സോഷ്യൽ മീഡിയ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വീട്ടമ്മമാർ, സ്ത്രീകൾ, വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ എന്ന് തുടങ്ങി സമൂഹത്തിൽ ഇതുവരെ ഈ നമ്മളീ പറയുന്ന സോക്കോൾഡ് രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരാത്ത ആളുകൾ മുഴുവൻ VD സതീശന് വേണ്ടിയാണ് നിരക്കുകയാണ്. അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, VD സതീശൻ ഈ വോട്ടർമാരുമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കണക്ഷനാണ്. അതൊരു ഇമോഷണൽ കണക്ഷനാണ്. ആ ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക ഒരു പക്ഷേ VD സതീശൻ്റെ തന്ത്രമായിരിക്കാം, സ്ട്രാറ്റജി ആയിരിക്കാം. പക്ഷേ ആ സ്ട്രാറ്റജി ആത്മാർത്ഥമായിരുന്നുവെന്നും നിഷ്കളങ്കമായിരുന്നുവെന്നും സതുദ്ദേശപരമായിരുന്നുവെന്നും വോട്ടർമാർ തിരിച്ചറിഞ്ഞതുകൊണ്ടുകൂടിയാണ് അദ്ദേഹത്തിന് ഈ മാൻഡേറ്റ് കിട്ടിയത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇനി വരാൻ പോകുന്ന സർക്കാരിനെ സംബന്ധിച്ച് ഞാൻ മുമ്പ് പറഞ്ഞ ചലഞ്ച്, ആ ചലഞ്ച് വളരെ പ്രധാനമാണ്.
ആ ജനകീയ ഇടപെടലിനെ സതീശൻ എങ്ങനെ മറികടക്കുമെന്ന് കൗതുകത്തോടെ ഞാൻ നോക്കിയേക്കുക. പക്ഷെ അത് പല വ്യാഖ്യാനങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് പല സാമുദായിക സംഘടനകളുടെ നിലപാട് കൊണ്ടാണ്, അവരാണ് ഹൈക്കമാൻഡ് എന്ന രീതിയിലൊക്കെയുള്ള വലിയ വിദ്വേഷ പ്രചാരണങ്ങളൊക്കെ ആദ്യ മിനിറ്റ് മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് സതീശനെ ബാധിക്കുക? അതെങ്ങനെയും ബാധിക്കുമോ? അല്ല, ഇത് ബാധിക്കുമോ ഇല്ലയോ എന്ന് ആദ്യം ആലോചിക്കേണ്ട ഒരാൾ സതീശനാണല്ലോ. അപ്പോൾ സതീശന് ഈ തെരഞ്ഞെടുപ്പിന് മാത്രം ചിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കേൾപ്പിക്കപ്പെട്ട ഒരു സംഗതി ഈ വിദ്വേഷത്തിന്റെ പേരിൽ ഡിവൈഡ് ഉണ്ടാക്കി UDF തോൽപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു. തോറ്റില്ലല്ലോ, 102 സീറ്റുമായിട്ട് വന്നു. അപ്പോൾ ജനം വകവയ്ക്കാത്ത ഒരു സിദ്ധാന്തമാണ്, ജനം വകവയ്ക്കാത്ത ഒരു ആക്ഷേപമാണ് ഇത്. അത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു, പാലക്കാട് നമ്മൾ കണ്ടു. അവിടെയെല്ലാം ജനം അതിനെ തിരസ്കരിക്കുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനം അതിൻ്റെ പരകോടിയിൽ തിരസ്കരിക്കുകയും ചെയ്ത് കണ്ടതാണ്. അതുകൊണ്ട് സതീശനെ സംബന്ധിച്ച് ആ കാര്യത്തിൽ ആശങ്ക വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ രണ്ട് പക്ഷക്കാരുണ്ട്. ഒന്ന് BJP നേതൃത്വം കൊടുക്കുന്ന ഹേറ്റ് ക്യാമ്പയിനാണ്. ഇപ്പുറത്ത് CPIM ചില ഹാൻഡിലുകൾ നമ്മൾ കാണുന്നു. സതീശൻ താടിയൊക്കെ വെച്ച് പശ്ചാത്തലത്തിലിരിക്കുന്ന സംഗതികൾ പ്രചരിപ്പിക്കുന്ന CPM ഹാൻഡിലുകൾ കാണുന്നുണ്ട്. BJP പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്ന ഇഷ്ടം പോലെ CPM ഹാൻഡിലുകളും കാണുന്നു. അത് കാണുന്നു. CPIM-ന്റെയും CPI-യുടെയും മുഖപത്രങ്ങളിൽ വരുന്ന ഹേറ്റ് സ്വഭാവത്തിലുള്ള വാർത്താരൂപങ്ങളെയും നമ്മൾ കാണുന്നു. ഇതിലൊരു കാര്യമുണ്ട്, BJP ആ പണിയെടുക്കുന്നത് ഈ സർക്കാർ ഒരു മുസ്ലിം പക്ഷ സർക്കാരാണെന്ന് വരുത്തി തീർത്ത് അവരുടെ 3 എന്ന നമ്പർ 30 ആക്കാനുള്ള പണിയാണ് അവരെടുക്കുന്നത്. CPIM ആ പണി ഇനിയെങ്കിലും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം CPIM ആ പണി എടുത്തു നോക്കിയിട്ട് പണ്ടാറടങ്ങിപ്പോയതാണെന്ന കാര്യം അവർ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് അതിൽ നിന്ന് അവർ വിട്ടു നിൽക്കുന്നതാണ് അവർക്ക് നല്ലത്. ഇതിനെ ഏതെങ്കിലും നിലയ്ക്ക് പേടിക്കേണ്ട ഒരു കാര്യമുണ്ട് സതീശനും തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ എല്ലാ സങ്കീർണതകളെയും എല്ലാ തീച്ചുകളെയും മറികടന്ന് വന്നപ്പോഴും വിജയം അവർക്കായിരുന്നു എന്ന് കാണാം. അപ്പോൾ സതീശനെ, രണ്ടാമത്തെ കാര്യം, സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആകുമോ ഇല്ലേ എന്നുള്ള ആശയക്കുഴപ്പങ്ങൾ, ആകാംക്ഷ, ഉദ്വേഗം ഇതെല്ലാം കഴിഞ്ഞു. അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ പോവുകയാണ്. അപ്പോൾ സതീശൻ മുഖ്യമന്ത്രിയാകണം എന്നുള്ള നിലയ്ക്കുള്ള അഭിപ്രായങ്ങൾ നമ്മൾ ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. അത് പറയുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയും, കക്ഷി രാഷ്ട്രീയത്തിൽ ഇൻവോൾവ് അല്ലാത്തവരും. അവരങ്ങനെ പറയാനുള്ള കാരണം, സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് വിചാരിക്കുന്നത് നിലവിൽ നിൽക്കുന്ന സംവിധാനത്തിനകത്ത് ഗുരുതരമായ കുഴപ്പങ്ങളുണ്ട്. ഇന്ത്യ വളരെ സീരിയസ് ആയിട്ടുള്ള കമ്മ്യൂണൽ ഹേട്രഡ് പോലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. ഇന്ത്യയിലെ ഭരണകൂടങ്ങളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കെ അതിൻ്റെ മാറ്റം നിർദ്ദേശിക്കുന്നു സതീശൻ. പുതിയൊരു ആശയം മുന്നോട്ട് വെക്കുന്നു സതീശൻ. ആ ആശയം നടപ്പിലാക്കാൻ സതീശന് കഴിയുമോ ഇല്ലയോ എന്ന് അദ്ദേഹത്തിന് ഒരു ചാൻസ് കൊടുക്കാം. ആ ചാൻസ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്ന ജനമാണ് 102 സീറ്റിൽ അദ്ദേഹത്തിൻ്റെ മുന്നണിയെ വിജയിപ്പിക്കുന്നത്, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത്. ഇനി സതീശൻ്റെ സമയമാണ്. സതീശൻ്റെ സമയമാണെന്ന് പറയുമ്പോൾ ജനങ്ങൾ അസാധാരണമായി ഇടപെട്ട ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണിത്. ജയിപ്പിക്കുക മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ആരാകണമെന്നും ജനം തീരുമാനിച്ചു. അത്രയും പ്രതീക്ഷ സതീശനിൽ വെക്കുന്നുണ്ട്. അപ്പോൾ പോലീസിനെ നന്നാക്കുന്നത് മുതൽ ഭരണകൂടത്തിനകത്തുള്ള സകലമായ പുഴുക്കുത്തുകളെയും എടുത്ത് പുറത്തിടുന്നതടക്കം, പൂഴ്ത്തിവെക്കപ്പെട്ട അഴിമതി കേസുകളും മരമുറി കേസുകളും അടക്കം എടുത്ത് പരിശോധിക്കുന്നതടക്കം വലിയ ഉത്തരവാദിത്വം ആർക്കുണ്ട്? സതീശനുണ്ട്. അതിൽ പോലീസ് കൊളോണിയൽ സംവിധാനത്തിൻ്റെ ഭാഗമല്ലേ, അത് നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് എങ്ങനെ പറ്റും? ഭരണകൂടം വേറെ, സർക്കാർ വേറെ എന്ന മറ്റുള്ള താത്വിക മറുപടികൾക്ക് ഇനിയൊരു പ്രസക്തിയുമില്ല. ജനം അസാധാരണമായി ഇടപെട്ട് കഴിഞ്ഞു നിങ്ങളെ ഭരണാധികാരത്തിലേറ്റാൻ. നിങ്ങളും അസാധാരണമായ ഇടപെടൽ കൊണ്ട് ജനത്തിന് മറുപടി കൊടുക്കുക, ജനങ്ങളുടെ ആശയാഭിലാഷങ്ങളെ നിറവേറ്റുക. അല്ലാതെ ഇത് നിയന്ത്രിക്കുന്നതിന് പരിമിതിയുണ്ട്, ഇതൊരു കൂട്ടുകക്ഷി സർക്കാരാണ്, പോലീസ് കൊളോണിയലാണ്, അഴിമതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സങ്കീർണമാണ് എന്നുള്ള മറുപടികൾ ആവശ്യമില്ല. നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഫ്രീബീസ് വാഗ്ദത്തങ്ങളിലേക്കല്ല ഞാൻ പോകുന്നത്. ഈ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഫ്രീബീസ് വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്നതല്ല എൻ്റെ പോയിന്റ്. അതല്ല, അത് നിറവേറ്റാൻ കുറച്ച് വൈകിപ്പോയാലും വേണ്ടില്ല. KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുമെന്ന് പറഞ്ഞു, അതിന് 2 ആഴ്ച വൈകിയോ ഇനിയിപ്പോൾ 2 വർഷം വൈകിയാലോ അല്ല. നമ്മളിപ്പോൾ നേരിടുന്ന പ്രശ്നം കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിലുണ്ടായിട്ടുള്ള സാമൂഹിക കാലുഷ്യമാണ്. അതിൻ്റെ വേരിറക്കാൻ ഇറങ്ങി എന്ന് പുറപ്പെടുന്നു. അതിൽ മാത്രമാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അതിന് ജനങ്ങളുടെ വലിയ പിന്തുണ ഈ ഘട്ടത്തിലുണ്ട്. അത് ചെയ്യാനാണ് ജനം ഈ 102 സീറ്റ് കൊടുത്തിരിക്കുന്നത്. അത് ചെയ്യണം, നിങ്ങൾക്കേ അത് പറ്റൂ, നിങ്ങളുടെ വളരെ അഡമൻ പൊസിഷൻ കൊണ്ടേ അതിന് പറ്റൂ എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് സതീശനെ മാത്രമേ പറ്റൂ ജനം തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സ്പഷ്ടമായിട്ടുള്ള, വളരെ കാർക്കശ്യം നിറഞ്ഞ നടപടികളിലൂടെ അതിന് പ്രത്യുപകാരം ചെയ്യാൻ ഈ ജനങ്ങൾ ഇറങ്ങി വന്നിട്ടാണ് സതീശനെ മുഖ്യമന്ത്രിയാക്കിയത്. അല്ലെങ്കിൽ കോൺഗ്രസിലെ ബലാബലത്തിൽ സതീശനെ പുറകെ പോയനെ. കാരണം MLA-മാരുടെ ഭൂരിപക്ഷവും കേന്ദ്രാധികാരത്തിൻ്റെ പവറും കൊണ്ട് KC മുഖ്യമന്ത്രിയായനെ. നിങ്ങളാകണമെന്ന് വിചാരിക്കുന്നത് നിങ്ങൾ പുറത്തു പറയുന്ന നിലപാടുകൾ കേട്ടിട്ടാണ്. ആ നിലപാടുകളുടെ പ്രയോഗവൽക്കരണം ജനം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് നടപ്പിലാക്കലായിരിക്കും ഇന്നത്തെ ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ സതീശന് മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വവും വെല്ലുവിളിയും. അദ്ദേഹം നിറവേറ്റുന്നുണ്ടോ എന്ന് നാം എല്ലാവരും ജാഗ്രതയോടെ ഈ നിമിഷം മുതൽ ഉറ്റുനോക്കുകയാണ്. പ്രത്യയശാസ്ത്ര വ്യക്തതയുള്ള നേതാവാണ് VD സതീശൻ എന്നതാണ് ഹൈക്കമാൻഡിന്റെ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് പോസിറ്റീവ് നൽകിയിരിക്കുന്ന വിലയിരുത്തലുകളിൽ ഒന്ന്. ഫൈനൽ ആർഗ്യുമെന്റിൽ ഇനിയും വിഷയങ്ങളിലേക്ക് പോകാനുണ്ട്. ഏതായാലും 102 സീറ്റുകളുടെ ഭാരം VD സതീശന്റെ തലയിലുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഈ ജനകീയ പിന്തുണയുടെ ഭാരവും
അദ്ദേഹം പേറുന്നുണ്ട്. ഏതായാലും അദ്ദേഹം ഇനിയുള്ള ദിവസങ്ങളിൽ അദ്ദേഹം കൃത്യമായി ജനങ്ങളാൽ ഓഡിറ്റ് ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. തെരഞ്ഞെടുപ്പ് കാലമാണ് കടന്നുപോയത്. എന്നാൽ LDF-ഉം UDF-ഉം നേരത്തെ നിന്ന സ്ഥാനങ്ങളിൽ തുടരുന്നില്ല. പക്ഷേ തുടരുന്ന ഒന്നുണ്ട്. അത് പിണറായി സതീശൻ പോരാണ്. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ പ്രഖ്യാപിച്ചതോടെ കഴിഞ്ഞ നിയമസഭാ കാലയളവിലെ പോലെ ആ കടുത്ത പോര് തുടരുമെന്ന് ഉറപ്പായി. പക്ഷേ ഇരുവരുടെ റോളുകൾ പരസ്പരം മാറിയെന്ന് മാത്രം. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ വന്നിരിക്കുന്നു. പ്രതീക്ഷിച്ചതാണോ? മറ്റാരുണ്ട് പ്രതിപക്ഷത്ത് ഞാനല്ലാതെ എന്ന ഒരു വാചകം വേണമെങ്കിൽ നമുക്കിപ്പോൾ അതിൻ്റെ പാരഡി എന്ന പോലെ പറയാവുന്ന ഒരു നിലയാണ്. അദ്ദേഹം, ഞാൻ കഴിഞ്ഞൊരു ദിവസം ഞാൻ പറഞ്ഞിരുന്നു, മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഭയങ്കര വാല്യൂ, പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന അത്ര വാല്യൂ ഉള്ളൊരു പോസ്റ്റല്ല എന്ന നിലയിൽ അതിൽ നിന്ന് മാറി നിൽക്കില്ല. ഭരണഘടനാപരമായി അതിനുള്ള ഒരു ഇക്വാലിറ്റി വെച്ചാൽ ജനാധിപത്യത്തിൽ രണ്ടായാലും നമ്മൾ സ്വീകരിക്കണം എന്നുള്ള നിലയിൽ അങ്ങനെ അദ്ദേഹം അത് സ്വീകരിച്ചതാണോ ഒന്ന്, അതോ മറ്റൊരു ഓപ്ഷനിലേക്ക് കടക്കാൻ കഴിയാതെ പിണറായി വിജയൻ തന്നെ ആ സ്ഥാനത്തേക്ക് തുടരുകയാണോ, ആ സ്ഥാനത്ത് നിയമസഭാ കക്ഷി നേതാവ് എന്ന നിലയിൽ തുടരുകയാണോ? 2, 3 ഇതിപ്പോ എന്താ പറയാ, ഒരു പക്ഷത്തിന് അദ്ദേഹം തന്നെ ആഗ്രഹിച്ച, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇതിൽ നിന്ന് മാറാൻ കഴിയാതെ, സ്ഥാനം എന്ന നിലയിൽ നിന്ന് മാറാൻ കഴിയാതെ അതിൻ്റെ ആ നിലയിൽ തുടർന്ന ഒരു നേതാവിനെ വീണ്ടും ഒരു ഡിസ്ഗ്രേസ്ഫുൾ ആയിട്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന ലെവലിലേക്ക് പോകുന്നത് ശരിയാണോ എന്ന് ആലോചിച്ച പാർട്ടി അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തുടരാൻ കൊടുത്തതാണോ? ഇനി അഥവാ കുറച്ച് നാളത്തേക്ക് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി നിന്നുകൊണ്ട് മറ്റൊരാളെ ആ സ്ഥാനത്തേക്ക് വളർത്തിക്കൊണ്ടുവരുന്നവരെയുള്ള സമയമെടുക്കുകയാണോ? ഇതൊന്നും നമുക്ക് വ്യക്തമായി അറിയില്ല. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിഞ്ഞിട്ടുള്ളത്. ഇനി പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണ്ട എന്ന് വെച്ചോ എന്നുള്ളതാണ് ഇനി പറയാനുള്ളത്. ഒരുപക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ കെ രാജൻ എന്നൊരു നേതാവിനെ CPI-യിൽ നിന്ന് ഉപനേതാവായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അതും വേറൊരു തരത്തിലുള്ള ഒരു അപ്രോച്ചായി കാണാനും ചെയ്യാം. പക്ഷേ ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയൻ തന്നെ തുടരും എന്ന് പറയുന്നതിന് നമ്മൾ ഒരു കാര്യം വളരെ സ്പഷ്ടമാണ്. 102 അംഗങ്ങളുള്ള ട്രഷറി ബെഞ്ചിനെ നോക്കി അല്ലെങ്കിൽ അവരെ എതിരിടാനുള്ള ഒരു കരുത്ത് പുതിയ രണ്ടാം നിരയിൽ ജയിച്ചു വന്ന ആളുകൾക്കില്ല. ഈവൻ KN ബാലഗോപാലിന് പോലും ആ ഒരു കരുത്തില്ല, അല്ലെങ്കിൽ ആ അഗ്രഷൻ ഇല്ല എന്നൊരു തീരുമാനം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അങ്ങനെ സാധ്യമാവുമായിരുന്ന ഒരാളെ ഈ സഭയിൽ എത്തിക്കാതിരിക്കാൻ ഈ പാർട്ടി എടുത്തൊരു തീരുമാനത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ധർമ്മടത്ത് നിന്ന് KK ശൈലജയെ മാറ്റി പേരാവൂരിൽ മത്സരിപ്പിച്ചത്, മട്ടന്നൂരിൽ നിന്ന് മത്സരിപ്പിച്ചത് തീർച്ചയായും അത്തരമൊരു തീരുമാനമായിരുന്നു. മട്ടന്നൂരിൽ നിന്ന് KK ശൈലജ മത്സരിച്ച് വന്നിരുന്നുവെങ്കിൽ ഈ തീരുമാനം ഇങ്ങനെ ആവില്ലായിരുന്നു എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ CPM-ൽ പിണറായി വിജയൻ തന്നെ തുടരണം ഇനിയും എന്ന് സമ്പൂർണ്ണമായി എല്ലാവരും ആഗ്രഹിക്കുന്നതുകൊണ്ടല്ല ഈ തീരുമാനം ഉണ്ടായിരുന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം അതിലുപരിയായിട്ട് എന്തെങ്കിലും ഒരു മാറ്റത്തിലൂടെ പുതിയൊരു തുടക്കം കുറിക്കാൻ കഴിയുന്ന ഒരു എഡ്ജ് കിട്ടുന്ന ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് ചെയ്തേനെ. KN ബാലഗോപാലിനെ കൊണ്ട് അത് കഴിയില്ല, റിയാസിനെ കൊണ്ട് അത് കഴിയില്ല. അതുകൊണ്ടാണ് അത് സംഭവിക്കാത്തത്. KK ശൈലജ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് കൊണ്ടുവന്നതിനെ ഒരു വനിതാ പ്രതിപക്ഷ നേതാവ് എന്ന ആദ്യത്തെ പദവിയിലേക്ക് അവർ വരികയും അത് CPM എന്ന പാർട്ടിക്കും LDF എന്ന മുന്നണിക്കും പുതിയൊരു ഉണർവ് നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാനും കഴിയുമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ ഒരു തെറ്റ് അവർക്ക് പറ്റിയിട്ടുണ്ട്. ആ തെറ്റിന്റെ ആവർത്തനമായി ഇന്നവർ പിണറായി വിജയൻ തന്നെ ഞങ്ങളെ നയിക്കുമെന്ന ഞങ്ങളുടെ ഒരു കരുത്താണ് എന്നൊക്കെ പറയാനുള്ള ഒരു സാധ്യതയിലേക്ക് പോയി എന്ന് മാത്രം. അജിംസ്, നേരത്തെ നമ്മൾ പലരും പറയാറുണ്ട് ഈ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ എന്ന് പറയുമ്പോഴാണ് അതിനൊരു ഗുമ്മ്. പക്ഷേ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ പറയുമ്പോൾ അത് അത്ര ഇത് കിട്ടുന്നില്ല എന്നുള്ളൊരു പറച്ചിൽ. അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നതാണോ സുഖം, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ? തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമുക്ക് പരിചയമുള്ള 10 വർഷം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട റോൾ, 10 വർഷത്തെ റോളിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായിട്ടാണ് പരിചയം. അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഇല്ല, അദ്ദേഹം പ്രതിപക്ഷത്തിരുന്നിട്ടില്ലാണ്. ഇപ്പോൾ അദ്ദേഹം വരാൻ പോവുകയാണ്. നമ്മൾ ഇനി അദ്ദേഹത്തെ അളക്കണം. ഇനിയാണ് പറയേണ്ടത് അദ്ദേഹം ഒരു മികച്ച പ്രതിപക്ഷ നേതാവാണോ അല്ലയോ എന്നുള്ളത് കാര്യം. അദ്ദേഹത്തിൻ്റെ പ്രായം തീർച്ചയായിട്ടും ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഒരു പ്രശ്നമാണ്. അത് VS-ന് അങ്ങനെ ആയിരുന്നില്ല എന്ന് ചോദിക്കാം. പക്ഷെ VS അപ്പോഴും യുവാവായിരുന്നു. VS-ന്റെ ചെറുപ്പം, അദ്ദേഹത്തിൻ്റെ നിലപാടുകളും തല നരയ്ക്കുന്നതല്ല എൻ്റെ വാർദ്ധക്യം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിണറായി വിജയന് ഈ വാർദ്ധക്യം ഒരു പ്രശ്നം. ഒന്ന്, അദ്ദേഹത്തിന് ശാരീരികമായ ആവശ്യതകളുണ്ട്, രോഗാവസ്ഥയുണ്ട്, അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ CPM-ന് എടുക്കാൻ കഴിയുന്ന ഒരു നല്ല ഡിസിഷനാണിത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേറെ ആരാണ് തിരഞ്ഞെടുക്കുക? ഇപ്പോൾ മുഹമ്മദ് റിയാസ്, KN ബാലഗോപാൽ മുൻപ് മന്ത്രിമാരായിരുന്നു 2 പേർ. അവരെ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നത് കുറേ കൂടി സർക്കാരിനെ ഓഡിറ്റ് ചെയ്യാനും സർക്കാരിനെ തിരുത്താനും വിമർശിക്കാനും പിണറായി വിജയൻ തന്നെയായിരിക്കും നല്ലത്. കാരണം അദ്ദേഹത്തിന് 10 വർഷത്തെ അനുഭവ സമ്പത്തുണ്ട് അവിടെ എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച്.
കൃത്യമായ ബോധ്യമുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ അനുഭവ സമ്പത്തുണ്ട്. പക്ഷേ ഞാൻ മുമ്പിൽ കാണുന്നൊരു പ്രശ്നം അതൊന്നുമല്ല. ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സ്പീക്കറായ ആര് വരും എന്നുള്ളതാണ്. കെ രമയെ എങ്ങാനും സ്പീക്കറാക്കാൻ UDF തീരുമാനിച്ചാൽ പിണറായി വിജയന് പലപ്പോഴും പതറേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ രമ നോക്കി, സർ എനിക്ക് സംസാരിക്കാൻ അനുവാദം തരണം എന്നൊക്കെ പറയുന്ന ഒരു പിണറായി വിജയനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് സങ്കല്പിക്കാൻ പറ്റത്തില്ല. നിഷാദ്, ഈ സർക്കാർ പരാജയപ്പെട്ടു. പക്ഷേ ഒരിക്കൽ പോലും ഇവർ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്നില്ല. അതുമാത്രമല്ല, ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ, നല്ല വികസന പ്രവർത്തനം കാഴ്ചവെക്കാൻ സർക്കാരിന് കഴിയുകയും ചെയ്തിട്ട് അതിന് തുടർച്ച ഉണ്ടാവുക എന്നുള്ളതും കൂടി ഒരു ആവശ്യമാണ്. അപ്പോൾ സ്വാഭാവികമായും അത് കൃത്യമായി പറയാൻ കഴിയുന്ന ഒരാൾ എന്ന നിലക്ക് പിണറായിയുടെ ഈ നിയോഗം അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയല്ലേ? വികസനത്തിന്റെ തുടർച്ച, സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾ എന്നിവയെ ചൊല്ലി അല്ലല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെട്ടു പോയതല്ല. ഞാൻ വിചാരിക്കുന്നത് CPIM-നെ സംബന്ധിച്ച് നേരത്തെ ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെ അവൈലബിലിറ്റി പ്രശ്നമുണ്ട്. ആരാണ് ഒരു പുതിയ ഒരാളെ തീരുമാനിക്കണമെങ്കിൽ ഏറ്റവും കേപ്പബിൾ ആയിട്ടുള്ള ഒരു അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫേസ് ഉണ്ടെന്ന് ചോദിച്ചാൽ അവൈലബിലിറ്റി പ്രശ്നം ഉണ്ടാവാം. പക്ഷെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരുന്നത് ഗുണപരമാണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കില്ല എന്നുള്ള അഭിപ്രായമാണ് എൻ്റെ. കാരണം CPIM പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എടുത്താൽ അതിന് ഒരു ഏക നേതാവ് വേണ്ട എന്ന് ജനം തീരുമാനിച്ചുകൊണ്ടാണ് ആ പാർട്ടി തോറ്റുപോയത്. ഒരു കളക്റ്റീവ് ലീഡർഷിപ്പിൽ പോകാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ആ പാർട്ടിയോട് ജനങ്ങൾ ചോദിച്ചു. ഇപ്പം നിങ്ങൾക്കതിന് പറ്റുന്നില്ല, തോറ്റ് പുറത്തിരിക്കുമെന്ന് പറഞ്ഞു. പിണറായി വിജയൻ വീണ്ടും അവിടെ വരുമ്പോൾ സംഭവിക്കുന്നതെന്ന് അറിയാമോ? പിണറായി വിജയൻ ആ പാർട്ടിയിലെ പരമാധികാരിയാണ്. അദ്ദേഹം ഒരു നേതൃസ്ഥാനീയനായി വന്നാൽ ആ പാർട്ടിയിലെ ഒരേ ഒരു അധികാര കേന്ദ്രം അദ്ദേഹം മാത്രമായി തുടരുകയും ബാക്കി മുഴുവൻ പേരും അദ്ദേഹം പറയുന്നതിന് ആൻമൂളുകയും ചെയ്യും. ആ പരിപാടിക്ക് അവസാനം കുറിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ജനം വോട്ട് ചെയ്തത്. സോ കളക്റ്റീവ് ലീഡർഷിപ്പ് എന്ന് ജനം ആഗ്രഹിച്ച ഒരു സംഗതി ആ പാർട്ടി ഇല്ലാതായി പോകും. വീണ്ടും പിണറായി വിജയൻ വരുന്നതോടെ ഒരേ ഒരു അധികാര കേന്ദ്രം അദ്ദേഹം മാത്രമായി മാറുകയാണ്. രണ്ടാമത്തേത് എന്താണ്? ഒരു ചേഞ്ച് ആളുകൾ ആഗ്രഹിച്ചു. അതെന്ന് വെച്ചാൽ ഇപ്പോൾ നന്നായി ആശയവിനിമയം നടത്താൻ ശേഷിയില്ലാത്ത ആൾക്കാരല്ല, ഈ ഫേസസ് മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടുകൂടിയാണ് തോറ്റത്. അപ്പോൾ വീണ്ടും പിണറായി വിജയനും MV ഗോവിന്ദനും അതേ പദവിയിൽ തുടരുക എന്നത് ജനങ്ങളെ സംബന്ധിച്ചൊരു മടുപ്പുണ്ടാക്കുന്ന സംഗതിയായിരിക്കും. അവൈലബിലിറ്റി പ്രശ്നം അവരുടെ പ്രശ്നമാണ്, ഞാൻ അതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. മൂന്നാമത്തെ എന്താണ്? ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, നല്ല ആശയവിനിമയം ഉണ്ടാവുക. നല്ല ആശയവിനിമയം ഉണ്ടാവണം. നമ്മുടെ പാർട്ടിക്ക് നമ്മുടെ പാർട്ടിയുടെ അടിസ്ഥാന നയങ്ങൾ ജനങ്ങളെ പരിചയപ്പെടുത്താനും പറയാനും പറ്റിയില്ല എന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് വിമർശനമായിരുന്നു. ആരാ ഇത് പറയേണ്ട ആളുകൾ? രണ്ടാളുകൾ. ഒന്ന് പിണറായി വിജയൻ, ഒന്ന് MV ഗോവിന്ദൻ. MV ഗോവിന്ദൻ ഈ കാര്യത്തിൽ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങൾ പലപ്പോഴും പാർട്ടിക്ക് തന്നെ ഗുണപരമല്ല, അത് അബദ്ധമാണ് ഉണ്ടാക്കുന്നതെന്ന് പാർട്ടിയിൽ തന്നെ അഭിപ്രായം ഉയർന്നു വരും നമ്മൾ കണ്ടു. സോ അദ്ദേഹം ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ ഉയർന്നു വന്നു. അദ്ദേഹം ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ അല്ല. പിണറായി വിജയൻ ജനങ്ങളുമായി വൈകാരിക സ്വഭാവത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശേഷിയുള്ള ആളല്ല. അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ 50 മിനിറ്റിൽ പറയും. അവസാനത്തെ ഒരു 5 ക്വസ്റ്റ്യൻ ഒരുമിച്ചെടുക്കും, അതിനെല്ലാം കൂടെ ഒറ്റ ഉത്തരം പറയും, മൈക്ക് ഓഫ് ചെയ്ത് പോകും. അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലെ ഏറ്റവും വലിയ തോൽവി അതാണ്. അപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കളക്റ്റീവ് ലീഡർഷിപ്പ് എന്ന ആവശ്യത്തോട് മുഖം തിരിച്ചു നിർത്തുന്നതാണ് പിണറായി വിജയനിലേക്ക് വീണ്ടും ഇത് കേന്ദ്രീകരിക്കുന്നത്. രണ്ടാമത്തേത് ന്യൂ ഫേസസ് വേണമെന്നുള്ള ആവശ്യത്തോടും പാർട്ടി മുഖം തിരിക്കുകയാണ്. മൂന്നാമത്തേത് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ വേണമെന്ന ആവശ്യത്തോട് എന്ത് ചെയ്യാണ്? ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ആ നിലയ്ക്ക് പുതിയ കാലത്തിന് ആവശ്യമായ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, കമ്മ്യൂണിക്കയിലൂടെ എല്ലാം പറഞ്ഞു പോവുക, അല്ലെങ്കിൽ ഏകപക്ഷീയമായി എല്ലാം പ്രസംഗിച്ചു പോവുക എന്ന കാലം പോയി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, VD സതീശൻ എല്ലാ വിഭാഗം ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് ശേഷിയുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വളരെ വീക്കായിട്ടുള്ള 2 ആളുകളെ പിന്നെയും നിലനിർത്തുക. അവസാനത്തെ എന്താണ്? ഈ പറഞ്ഞ ഇമോഷണൽ കണക്ട്, അത് പ്രധാനമാണ്. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റാലിൻ്റെ കാര്യം പറഞ്ഞത്. ജനങ്ങളുമായി വൈകാരിക ബന്ധം ഉണ്ടാക്കുക പ്രധാനമാണ്. അപ്പോൾ ജനങ്ങളുമായി വൈകാരിക ബന്ധത്തിൽ സംസാരിക്കാൻ ശേഷിയില്ലാത്ത, ഇപ്പോഴും ഈ പറയുന്ന ചിട്ടപ്പടിയിൽ പാർട്ടി കമ്മ്യൂണിക്കയുടെ പ്രസ് റിലീസിന്റെ സ്വഭാവത്തിൽ വർത്തമാനം പറയുകയും അതേ സ്വഭാവത്തിൽ തന്നെ പ്രസ് റിലീസ് ഇറക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടി സെറ്റപ്പിലാണ് ഇവർ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പാർട്ടി ഇമോഷണലി സംസാരിക്കും. എപ്പോഴാണെന്ന് അറിയാം, അത് വീട്ടിൽ പോയി ചോദിച്ചാൽ. യെസ്, അതാണ് ഒറിജിനൽ ഇമോഷൻ. ആ ഇമോഷൻ അല്ല ഇവിടെ ആവശ്യം. ഞാൻ നേരത്തെ പല ഉദാഹരണം പറഞ്ഞ അതിന്റെ കാര്യം ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ പാർട്ടി തോറ്റിരിക്കുന്നത് 5 വർഷം കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തോറ്റുപോകുന്ന ഒരു സന്ദർഭത്തിൽ തോറ്റിരിക്കുന്നതല്ല. ഈ പാർട്ടി പരാജയപ്പെട്ടു പോവുകയും 35 സീറ്റിലേക്ക് LDF ആകെ വന്ന് വീഴുകയും 3 സീറ്റിൽ BJP ജയിച്ചിരിക്കുകയും രാജ്യത്ത് മോദി റെജീമിന്റെ കാലമാണ്. ആ കാലത്തെ തോൽവി എന്ന് പറഞ്ഞാൽ ചില്ലറ തോൽവിയല്ല എന്നതിന് അതുമാത്രമല്ല, ഈ തോൽവിയിൽ പാർട്ടിയുടെ പല ബേസുകളും തകർന്നു പോയിട്ടുണ്ടെന്ന് കൂടി കാണണം. കണ്ണൂരടക്കമുള്ള, ഞാൻ പറഞ്ഞ പയ്യന്നൂരും തളിപ്പറമ്പും അടക്കം. അപ്പോൾ അതൊരു സാധാരണ തോൽവിയല്ല എന്ന് മാത്രമല്ല, CPM-ന്റെ വോട്ട് ബേസിനകത്തേക്ക് BJP ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ അതുകൊണ്ട് സവിശേഷമായിട്ടുള്ള കറക്ഷൻ മെഷേഴ്സ് ആവശ്യമുള്ള ഒരു സമയം. ആ സമയത്ത് പിണറായി വിജയൻ തന്നെ മതി. 5 വർഷം കഴിയുമ്പോൾ ഭരണം മാറി വന്നോളും. അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നു രമേശ് ചെന്നിത്തല കൂടി. 5 വർഷം കഴിയുമ്പോൾ ഭരണം മാറി ഒന്നുമില്ല. സോ അത് പ്രത്യേകമായി പണിയെടുക്കേണ്ട. ഒന്ന് പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരണം, 2 അധികാരത്തിലേക്ക് ഈ പാർട്ടി തിരിച്ചു വരണമെന്ന മോഹം ജനങ്ങൾക്ക് ഉണ്ടാക്കണം. അതിന് സ്പെഷ്യൽ പരിപാടി, സ്പെഷ്യൽ ആസൂത്രണം, സ്പെഷ്യൽ പ്രയത്നം ആവശ്യമുണ്ട്. അത് പൂർത്തീകരിക്കാൻ ശേഷിയുള്ളവരാണോ ഈ 2 നേതാക്കളെന്ന് ചോദ്യം ചോദിച്ചാൽ അല്ല എന്നാണ് എൻ്റെ ഉത്തരം. ശരി, ഇതിൽ ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രം വരെ മെസ്സേജ് കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതും കൂടിയാണ്. മെസ്സേജ് കറക്റ്റ് ആയിരിക്കണം. നിഷാദ് ഇത്ര ഇമോഷണൽ ആയിട്ട് പറഞ്ഞല്ലോ, പാർട്ടി മാറണം, ഇതെല്ലാം പറഞ്ഞു. ഈ സംസ്ഥാന കമ്മിറ്റിയിൽ വെച്ച റിപ്പോർട്ടിൽ പറയുന്നു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നില്ല എന്നാണ്.
ഭരണവിരുദ്ധ വികാരം ഉണ്ടായില്ല എന്ന് പാർട്ടി കണ്ടെത്തുകയാണ് ഇപ്പോഴും. അതായത് ഈ തോൽവിക്ക് ശേഷം, ഈ 35 സീറ്റിന് ശേഷം ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം എന്ന് തുറന്നു പറയാൻ പറ്റാത്തത്ര അടഞ്ഞ, ഒട്ടും ട്രാൻസ്പെറന്റ് അല്ലാത്ത ഒരു സിസ്റ്റമാണ് പാർട്ടി ഇപ്പോഴും. ചെറിയ ഉദാഹരണമാണ്. ചെർണോബിൽ ആണവ നിലയത്തിൽ സ്ഫോടനം ഉണ്ടായ സമയത്ത് പാർട്ടി കമ്മിറ്റി കൂടിയിട്ട് അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഒരു പ്രശ്നവുമില്ല. ഫോറിൻ പ്രസ് വല്ലതും അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അദ്ദേഹം വന്നിട്ട്, റഷ്യൻ പ്രസിഡന്റ് വന്നിട്ട് ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ പ്രശ്നമൊന്നും. ആ സോവിയറ്റ് കാലത്തെ മനോനില വെച്ചുകൊണ്ട് ഇനി പാർട്ടി ആര് നന്നാക്കും? ഈ വോട്ട് ചെയ്ത ജനങ്ങൾ ഇറങ്ങിയിട്ട് പാർട്ടി നന്നാക്കുമോ? ഇല്ല. അവർക്ക് പാർട്ടി നന്നാക്കലല്ല പണി. അവർ വേണ്ടി വോട്ട് ചെയ്യും, വോട്ട് ചെയ്യാതിരിക്കും. പക്ഷെ പാർട്ടി നന്നാക്കേണ്ട വേറെ തന്നെ പണിയെടുക്കണം. യെസ്, ഏതായാലും പ്രതിപക്ഷ നേതാവ് എന്ന നിലക്ക് പിണറായി വിജയൻ എങ്ങനെ പെർഫോം ചെയ്യുമെന്നുള്ളത് കേരളം കാത്തിരിക്കുകയാണ്. നമുക്കും കാത്തിരിക്കാം. ഇത് ഒരു വലിയ കൂട്ടം കോൺഗ്രസ് MLA-മാർക്കാണ്. പരസ്യമായും രഹസ്യമായും VD സതീശന് പകരം KC വേണുഗോപാലിനെ പിന്തുണച്ചതാണ് അവർക്ക് വിനയായത്. ജനകീയ പിന്തുണയുള്ള സതീശനെ അവഗണിച്ച് KCയുടെ പിന്നാലെ പോയതിന് സമൂഹമാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾക്ക് അവർ പാത്രമായിട്ടുണ്ട്. പലപ്പോഴും തെറി അഭിഷേകവും അവർക്ക് നേരെ പരിധി വിട്ട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പ്രമോദ്, പലരും ജനകീയരെന്ന് നമ്മളൊക്കെ കരുതിയ, അല്ല അങ്ങനെ തന്നെയുള്ള പല MLA-മാരും VD സതീശൻ വിരുദ്ധ പ്രവർത്തനം കാഴ്ചവെച്ചു എന്നുള്ള ആക്ഷേപം ജനങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിൻ്റെ പേര് വലിയ വിമർശനങ്ങൾ അവർ ഏൽക്കുകയും ചെയ്തിരുന്നു. അവർക്ക് പലപ്പോഴും മണ്ഡലങ്ങളിൽ അവരുടെ വിക്ടറി പരേഡ് നടത്താൻ പോലും സാധിക്കാത്തൊരവസ്ഥയിലേക്ക് അവരെത്തിയിരുന്നു. ഇപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ച ശേഷം അവരുടെ അവസ്ഥ എന്തായിരിക്കും? അല്ല, ഇത് അവർക്ക് മത്സരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത് KC ആണ് എന്നുള്ളതാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് കാരണം സ്ഥാനാർത്ഥി പട്ടിക നിശ്ചയിക്കുന്നതിനകത്ത് വളരെ നിർണായകമായ റോളിലേക്ക്, സ്വാധീനത്തിലേക്ക് KC ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവർക്കൊക്കെ മത്സരിക്കാൻ കഴിഞ്ഞത് എന്ന് വരികയാണെങ്കിൽ അവർ പിന്നെ ആരെയാണ് സപ്പോർട്ട് ചെയ്യുക? അത് സ്വാഭാവികമായിട്ട് അങ്ങനെ വരും. അതാണ് അതിനകത്തൊരു പ്രശ്നം. അപ്പോൾ അവർ വിചാരിക്കുന്നത് അങ്ങനെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് അത് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ എന്നുള്ളതാണ്. അതുമാത്രം, അതിനപ്പുറത്തേക്കുള്ള ഒരു മനസ്സിലാക്കലിന് അവർക്ക് കഴിഞ്ഞിട്ടില്ല. കേരളം എന്താണ്, കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും അവർക്ക് യാതൊരു തരത്തിലുള്ള ധാരണയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ KC ആണ് ഞങ്ങൾക്ക് മത്സരിക്കാൻ അവസരം തന്നതുകൊണ്ട് KCക്കാണ് ഞങ്ങളുടെ പിന്തുണ എന്ന വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള പിന്നെ ഒരു രാഷ്ട്രീയ ബോധ്യത്തിൻ്റെയും പിന്തുണയില്ലാത്ത ഒരു തരം നിലപാടിലേക്ക് പോയി. അത് കാരണമാണ് പലരും, നമ്മൾ വിചാരിക്കുന്നു അവരൊക്കെ മികച്ച പിന്നെ പുതിയ തലമുറയിലുള്ള MLA-മാരാണ്, അവർ ഉയർന്ന ചിന്ത പുലർത്തുന്നവരായിരിക്കും, അവർ ഒരുപക്ഷെ ഈ വർഗീയ ശക്തികളോടൊക്കെ വളരെ ശക്തമായ നിലപാടെടുക്കുന്ന സതീശനൊപ്പം അല്ലാതെ പിന്നെ ആരുടെ കൂടെ അവർ നിൽക്കും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്ന ആളുകളാണ്. പൊടുന്നതിനെ നമ്മൾ മനസ്സിലാക്കുന്നതല്ല എല്ലാവരും. ഇനിയിപ്പോൾ പിന്നെ എന്താ പറയുക, നമ്മുടെ KC വേണുഗോപാൽ നല്ല രാഷ്ട്രീയക്കാരനോ പിന്നെ നേതാവോ അല്ലഞ്ഞിട്ടല്ല ഈ പറയുന്നത്. അദ്ദേഹമായിരിക്കും, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കഴിവുകളും മറ്റ് പലതരത്തിലുള്ള വാല്യൂസും ഉണ്ടാവും. പക്ഷേ ഈ ഘട്ടത്തിൽ ആ നിലപാടെടുത്ത ഒരാൾക്കാണ് ജനകീയ പിന്തുണ എന്ന് മനസ്സിലാക്കാനുള്ള മിനിമം ബുദ്ധി വേണ്ടേ? അതില്ലാതിരുന്നു കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കും. അതാണ് അവരെ അനുഭവിച്ചത്. ആ അനുഭവത്തിന്റെ തുടർച്ചയായിട്ട് ഇനിയിപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയായി VD സതീശൻ വരുന്നു. ഇനി എന്ത് നിലപാടാണ് അവരെടുക്കുക? യെസ്, പക്ഷേ അതായത് പ്രതിച്ഛായ നഷ്ടം കളയാൻ, തിരിച്ചെടുക്കാൻ അവർക്ക് സാധിക്കുമോ? പ്രതിച്ഛായ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നൊരു യാഥാർത്ഥ്യമാണ്. KC വേണുഗോപാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായിരിക്കെ തന്നെ അദ്ദേഹത്തിന് വലിയ പ്രതിച്ഛായ നഷ്ടം അദ്ദേഹത്തിന്റെ ഹോം ലാൻഡിലുണ്ടായി. അത് വലിയ സീരിയസ് ആയിട്ടുള്ള നഷ്ടമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച്. ആ നഷ്ടത്തിന്റെ ദിവസമാണിന്ന്. കാരണം അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട പദവിയിൽ ഇരുന്നുകൊണ്ട് ആ പദവിയുടെ പവർ ദുരുപയോഗം ചെയ്ത് മാനിപ്പുലേഷനിലൂടെ MLA-മാരെ തൻ്റെ ഒപ്പമാക്കി മുഖ്യമന്ത്രി പദം പിടിച്ചെടുക്കാൻ പറന്നിറങ്ങാൻ ശ്രമിച്ചു എന്ന വിയോജിപ്പും അമർഷവും രോഷവും അദ്ദേഹത്തോട് കേരളത്തിലെ വോട്ടർമാർക്കും UDF സപ്പോർട്ടേഴ്സിനുമുണ്ട്. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ നഷ്ടത്തിൻ്റെ ഒരു സീസണിലൂടെ അദ്ദേഹം കടന്നുപോയി. ഈ 10 ദിവസം അദ്ദേഹം ഉണ്ടാക്കിയ ഡാമേജ് ചെറുതല്ല. അദ്ദേഹം അല്ലെങ്കിൽ അതിൻ്റെ വലിയ വിഹായസിൽ നിൽക്കേണ്ട ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹം വളഞ്ഞ വഴിയിലൂടെ പവർ പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു മോശം മാർക്ക് അദ്ദേഹത്തിൻ്റെ കരിയറിൽ വരികയാണ്. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, ആ കളിക്ക് പിന്തുണ കൊടുത്ത ആളുകൾ, ഇപ്പം ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അവരുടെ MP ഷാഫി പറമ്പിലുള്ള അടക്കമുള്ള ആളുകൾ അത്തരം ഒരു ഇന്റേണൽ പ്ലേയുടെ ഭാഗമായി നിൽക്കുകയും ജനവിധിയുടെ അപ്പുറത്ത് പോയി നിന്നിട്ട് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നുള്ള പ്രശ്നമുണ്ട്. ഇന്നിപ്പോൾ ഷാഫി പറമ്പിൽ വളരെ പൊടുന്നനെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടാകുന്നവർക്ക് ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അദ്ദേഹം ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. ആ നിലയ്ക്ക് നോക്കിയാൽ കമ്പാരിറ്റീവ്ലി വൈകിയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നത്. ഇമോഷണലുള്ള ആയിട്ടുള്ള വാചകങ്ങളൊന്നും അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല. അതിന് താഴെ മുഴുവൻ വന്ന് അദ്ദേഹത്തെ പിന്തുണച്ച ആളുകൾ അദ്ദേഹത്തെ എന്തു പറയാണ്, നിങ്ങൾ ഈ കളിച്ച കളി മോശമാണ് എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ പിന്തുണക്കാരായിട്ടുള്ള ആളുകൾ ഓർക്കണം, അവരെല്ലാവരും അത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പറയണം, ഷാഫി പറമ്പിലിനെ പിന്തുണയ്ക്കുന്നവർ വർഗീയവാദികളാണ് എന്ന് പറഞ്ഞു നടന്ന ഒരു കൂട്ടരുണ്ട്, പറഞ്ഞ് നടക്കുന്നവരുണ്ട്. ഷാഫി പറമ്പിലല്ല, ഷാഫി പറമ്പിലേക്കാളും മേലെയാണ് VD സതീശൻ. ആ VD സതീശൻ എടുത്തിട്ടുള്ള സെക്യുലർ പൊസിഷൻ. അതുകൊണ്ട് ഷാഫി പറമ്പിലെ നിങ്ങളെക്കാളും ഞങ്ങൾ വാല്യൂ ചെയ്യുന്നത് VD സതീശൻ
വടശ്ശേരി ദാമോദരൻ മകൻ സതീശൻ എന്ന് പറയുന്ന മനുഷ്യനെടുത്ത് സെക്യുലർ പൊസിഷനോട് ഞങ്ങളുടെ പ്രതിബദ്ധത. അതുകൊണ്ട് ഷാഫി എന്നുള്ള പേരോ ഷാഫിയുടെ മുഖമോ ഞങ്ങളുടെ വിഷയമല്ല എന്ന് പറഞ്ഞ ആൾക്കാരെ നമ്മൾ കമന്റിൽ കാണുകയാണ്. അതുകൊണ്ട് ആ മനുഷ്യരെ അവഹേളിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണിത്. ഷാഫി പറമ്പിൽ അവർക്ക് ദൈവമൊന്നുമല്ല. ഷാഫി പറമ്പിൽ ശരിയുടെ പക്ഷത്താണെങ്കിൽ ഞങ്ങൾ അവരുടെ കൂടെ, ശരിയുടെ പക്ഷത്ത് അല്ലെങ്കിൽ ഷാഫി പറമ്പിലാണ് മാറിയേക്കെ ഞങ്ങൾ ഇപ്പോൾ വി ഡി സതീശന് കൂടെ. ഇനി വി ഡി സതീശൻ ശരിയുടെ പക്ഷത്ത് അല്ലെങ്കിൽ അദ്ദേഹവും മാറി നിൽക്കുക എന്ന് പറയാൻ കഴിയുന്ന രാഷ്ട്രീയ ഉറപ്പുള്ള മനുഷ്യന്മാരെ നമ്മൾ കാണുന്നു. ആ രാഷ്ട്രീയ ഉറപ്പുള്ള മനുഷ്യന്മാരോട് എൻഗേജ് ചെയ്യുമ്പോൾ എന്തായിരിക്കും രാഷ്ട്രീയ ഉറപ്പില്ലാത്തവർ നേരിടുന്ന പ്രശ്നം എന്നാണ് ഇപ്പോൾ ഷാഫി നേരിടുന്ന പ്രശ്നം നമ്മൾ കാണുന്നത്. ഒറ്റ മിനിറ്റ്. അല്ല, എനിക്ക് ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കുറേയധികം പുതുമുഖ MLA-മാരുണ്ട്. അപ്പോൾ അവരൊക്കെ ചെറുപ്പക്കാരാണെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ചെറുപ്പക്കാരായിരിക്കും. 40 വയസ്സ് താഴെയുള്ളവരൊക്കെ ഉണ്ടാവും, 50 വയസ്സിന് താഴെയുള്ളവരുണ്ടാവും. പക്ഷേ കേരളത്തിൽ വന്നിട്ടുള്ള ഈ രാഷ്ട്രീയ മാറ്റം, ഇത് ഞാൻ പറയുന്നത് UDF-ലോ കോൺഗ്രസിലോ വരുന്ന മാറ്റമല്ല, കേരളത്തിൻ്റെ പൊളിറ്റിയിൽ വരുന്നൊരു മാറ്റമാണ്. ഈ മാറ്റം അവർക്ക് മനസ്സിലായിട്ടില്ല. അത് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുകയുമില്ല. അവരത് മനസ്സിലാക്കും. അടുത്ത 5 വർഷത്തിനുള്ളിൽ അവരത് മനസ്സിലാക്കിയിരിക്കും. കാരണം ഇവർ MLA-മാരാണ്, ഇവർക്ക് വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക് ചെല്ലേണ്ടതാണ്. ആ ജനങ്ങൾ എങ്ങനെ അവരോട് ബിഹേവ് ചെയ്യുന്നുള്ളത് അവർ മനസ്സിലാക്കും. ഞാൻ പറഞ്ഞത് ഭരണപക്ഷത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, പ്രതിപക്ഷത്തിന് ഇതിലൊരു വലിയ പാഠമുണ്ട്. 10 വർഷം റേഡിയോ പോലെ ചോദ്യങ്ങളൊന്നും സ്വീകരിക്കാതെ അങ്ങോട്ട് മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നൊരു സർക്കാരിനെയും ഭരണകൂടത്തെ നമ്മൾ കണ്ടത്. അതിൽ മടുത്ത ജനങ്ങളാണ്. ഞങ്ങൾക്കും സംസാരിക്കാനുണ്ട്, ഞങ്ങൾക്കും പറയാനുണ്ട്, ഞങ്ങളുടെ വോയിസും കേൾക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇടപെട്ടത്. അവർ ഇനി ഈ സർക്കാരിനെ തിരുത്തും. ഇവിടെ പ്രതിപക്ഷത്തേക്കാൾ വലിയ പ്രതിപക്ഷം ഒരു പക്ഷേ ഈ ജനങ്ങളായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങൾ തന്നെയാണ് രാജാവ്, അതൊരു തർക്കവുമില്ല.